നിങ്ങളിപ്പോൾ കാണുന്നത് സിംഗിൾ വാല സിംഗിൾ തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അതായത് നിങ്ങൾ ഇൻട്രോയിൽ കേട്ട ആ സൗണ്ട് ബാക്ക് ചെയ്തിട്ടുണ്ട്. ആളിനെ കാണാൻ ഇപ്പൊ പറ്റൂല, വിളിച്ചിരിക്കുകയാണ് വരൂല, നോക്കണ്ട. മിസ്റ്റർ അബ്ഹിൻ, യു ടേക്ക് ദ വണ്ടി. നമ്മള് എവിടെയെങ്കിലും മറ്റേ അമ്പലത്തിൽ നിന്നുള്ള ഷൂട്ടിൽ ഏതെങ്കിലും കാണിച്ചു വെട്ടി തല വെട്ടി നമ്മള് ഓണം ഷൂട്ടിൽ കാണുന്നത് ഇങ്ങനെ തല വെട്ടി ഒരു വടി കണക്കിക്കുന്ന ഒരു മനുഷ്യയില്ലേ, അത് തന്നെ എന്താ ആള്. പിന്നെ ആശാന്റെ മുഖം നന്നായി പതിഞ്ഞിട്ടുണ്ട്, ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. അമ്പലത്തിലൊക്കെ പോയി ഇതിന്റെ ഇടയിൽ കുറച്ച് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. മാമ തേയില കുറച്ച്, പഞ്ചസാര കുറച്ച്, പാല് കുറച്ചൊരു ചായ. മാമ പിന്നെ കടുപ്പം കുറച്ച്, മധുരം കൂട്ടിയാണ് എനിക്ക് ഒരെണ്ണം. അത് വലിയ നല്ല ചായ ഒന്നല്ല, നമ്മൾ പോയപ്പോ കാണിക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് കാണിച്ചില്ല. പിന്നെ നമ്മള് നേരെ വീട്ടിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി. അപ്പൊ ഇനിയിപ്പോ പോണു, നമ്മള് ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിക്കണം. അതായത് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത് എന്റെ സെറിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച +2 പഠിച്ച ഒരു കുട്ടിയും അവളുടെ ഫാമിലിയും അവര് നടത്തുന്ന ഒരു ചെറിയ തട്ടുകട പോലെ ആലങ്കോട്. ഒരു കണ കഴിച്ചു നോക്കി. ഇങ്ങനെ കഴിക്കാൻ പോണെന്ന് പറഞ്ഞിരുന്നിട്ട് നമ്മള് പോയി കഴിച്ചു നോക്കി. കൊള്ളാം, ഫുഡ് കൊള്ളാം. ഞാൻ ചിക്കൻ ഫ്രൈ ആണ്, ചിക്കൻ ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര. പൊറോട്ടയും കൊള്ളായിരുന്നു, നമ്മൾ അന്നാണ് കഴിച്ചത്. ചായയും കൊള്ളായിരുന്നു. കഴിച്ച സാധനങ്ങൾ കൊള്ളായിരുന്നു. വേറെ എന്തെങ്കിലും കൊള്ളാവുന്ന? അന്ന് നമ്മള് ഹർത്താല് ഭാരത് ബന്ദ് ദിവസമായിരുന്നു. അന്ന് നമ്മള് കഴിക്കാൻ പോയി. അപ്പൊ സിറിലിന് അത് ഭയങ്കര വിഷമമായി. അത് കാരണം സിറില് അന്ന് ഒരുപാട് വഴക്ക് പറഞ്ഞു, കുറെ നേരം കരഞ്ഞു. വേണ്ട വിഷയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും പറയണ്ടേ, ഇപ്പൊ പറയണം. ദൈവമേ, യോമാര് രണ്ടും കൂടി എന്നെ ഉരുട്ടാന പരിപാടി. ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാ നല്ലത്. അപ്പൊ ഇന്നിപ്പം സിറിലിനെയും കൂടെ കൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് പോകുന്നുണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ. ഇന്നലെ കൊല്ലം പോയിട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഇറങ്ങി ഫുഡ് കഴിച്ചു. അവിടെയും ഇറങ്ങി കഴിച്ചു. അതായത് ഇവര് ഫുഡ് മാത്രമേ കഴിച്ചോളൂ. കൊല്ലം പോയി എന്ന് പറയുന്നതിനെക്കാട്ടി വണ്ടിയിലല്ല ഫുഡ് കഴിക്കും. വണ്ടി ഒതുക്കുന്നു, ഇറങ്ങുന്നു, കടയിൽ കയറുന്നു, അതിന്റെ അപ്പുറത്തെ കടയിൽ കയറുന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തെ കടയിൽ കയറുന്നു. അതായിരുന്നു പരിപാടി. നമ്മൾ പഴയ ഒരു ഇത് ഇപ്പൊ എടുത്തില്ല, ഇച്ചിരി കൺട്രോൾ ചെയ്യണം. ഏട്ടാ, ഇനി കടിയുള്ളതുകൊണ്ട് മയോണൈസ് കുറച്ചൊരു ഷവർമ. നമ്മള് ചെന്നാൽ ഇപ്പൊ 2 എണ്ണം 3 പണ്ടായിരുന്നെങ്കിൽ, അതായത് ഒരു കടയിൽ നിന്ന് 2 എണ്ണേ കഴിക്കും, പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വീണ്ടും 2 എണ്ണം. അങ്ങനെ ആക്രാന്തം കാണിക്കാതെ ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നെ. കൊള്ളാൻ സ്ഥലം കൊള്ളൂലെന്ന് പറഞ്ഞ് കാണിക്കാറില്ല. എന്ത് വെറുതെ പോട്ടെ. അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളിനത് അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വെറും ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ, ഭയങ്കര ഓവർ ഹൈപ്പ്. എറണാകുളം പോയപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് വ്ളോഗേഴ്സ് അങ്ങനെ കണ്ട് ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയ ഒരു വീഡിയോ ഉണ്ട്. ഒരു പുട്ട് തിന്നാൻ പോയ കഥ. ഇറങ്ങില്ല, കുമ്പളങ്ങിയില് അന്ന് പറ്റിയതാണോ എന്ത് പറ്റിയതാണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഒരുപാട് പേരെ വീഡിയോ കണ്ടിട്ടൊക്കെ, സെലിബ്രിറ്റീസ് ആയിട്ട് ഉള്ളവരെയൊക്കെ വീഡിയോസും ഒക്കെ പോയി കണ്ടിട്ട് അങ്ങനെ പോയി എക്സ്പെക്ടേഷനിൽ പോയതുകൊണ്ടായിരിക്കാം. കൊള്ളാമെങ്കിൽ നമ്മൾ അതിനെ വീഡിയോ ചെയ്യാറുണ്ട്. മുമ്പ് സ്ഥിരം ചെയ്യുമായിരുന്ന വീഡിയോസ്. പിന്നെ നമ്മളത് പലയിടത്തും പോകുമ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ ഇടാറില്ല. വേറെ അങ്ങനെയല്ല, വൃത്തി കുറവൊന്നുമില്ല, കുഴപ്പം ഒരു ഗുണമില്ല. പിന്നെ നമ്മള് കഴിക്കാൻ പോയത് സുന്ദരൻ തട്ടുകട. അവിടെ നമ്മൾ സ്ഥിരം പോകുന്നതാണ്. അവിടെ തുറന്നില്ല. പിന്നെ നമ്മള് വെഞ്ഞാറോടൊരു കൊച്ചുകട, അത് നമ്മള് വീഡിയോ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അത് പോസ്റ്റും 2 വർഷത്തിനകത്ത് പോസ്റ്റും 2 വർഷമില്ല, നമ്മള് മാർച്ചിന് മുമ്പ് എല്ലാ മാസത്തിനകത്ത് എന്തായാലും പോസ്റ്റ് ചെയ്തിരിക്കും. വീഡിയോസ് എല്ലാം ആയിട്ട് തീർക്കാം. വീഡിയോ മാക്സിമം ബാക്കിൽ എന്തിനാ പറയണം, ഇത് തന്നെ വരുമോ എന്ന് അറിഞ്ഞൂടാ. അപ്പോഴാണ് അല്ല വ്ലോഗ് എന്തായാലും അതൊക്കെ നമ്മൾ മാറി, അതൊക്കെ മാറ്റി വ്ലോഗ് എന്തായാലും വരും. അപ്പൊ അതാണ് അവസ്ഥ. നമ്മളിനി നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ബാക്കി നേരത്തെ പറഞ്ഞ കണക്ക് ഫുഡിന്റെ ക്വാളിറ്റി അനുസരിച്ച് കാണിക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോഴും കാണാം. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും.